ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ വയ്യ കുടിക്കോ, അപ്പൊ വീഡിയോ കണ്ടിട്ട് വാ ഗായ്സ്. ഇത് ആരാ വന്നു നോക്കൂ ഗായ്സ്. പ്രതീക്ഷിക്കാണ്ട് വന്നിരിക്കുന്നു. ഒരേ കോസ്റ്റ്യൂമിലാണല്ലോ അമ്മയും മോളെ ഇറങ്ങിയത്. വഴി മാറിപ്പോയോ? മുത്ത് ഏതായാലും ഏതായാലും നന്നായി. ഞങ്ങൾ ഇപ്പൊ ഒരു വീഡിയോ എടുക്കണോ? നമുക്ക് ആ വീഡിയോ എടുക്കാൻ കിസ് ചെയ്യുന്ന കുഞ്ഞനെ വേഗം അമ്മ ഇപ്പൊ വരും. ചീരോട്ടിനെ കൊണ്ട് എടുക്കട്ടെ കേട്ടോ. ചീരൂട്ടി വന്നപ്പോ മാധവ് ചീരൂട്ടിനെ കാത്തുക്കുക ഗൈസ്. ഇത് ഞങ്ങളുടെ മാമിയാട്ടോ. മാമി ഇവിടെ തയ്യൽ പണിയിലാണ്. വണ്ടി അവിടെ സൈഡാക്കിക്കോ ഗായ്സ്. ചേരൂ വേഗം വാ. നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഫാമിലിയോട് ഒരായി പറ. ചിരു ഒരായി പറ. ഇതെന്തിനാ ചിരിക്കുന്നേ? വൈക്കല് മെല്ലെ വാ. മുഖല്ലേ മെല്ലെ 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 മെല്ലെ. ആയിഷ് ഒരായി പറ ചീരു. ഒരായി പറ ചീരു. ഒരായി മാറ ചീരു. ഞങ്ങളെ ചേച്ചി കുട്ടി ഗൈസ്. ഇങ്ങോട്ട് കേറ്. മുറ്റടിച്ചാര് ചെല്ലേ. പിന്നെ ഇതിന് വന്ന ഇവിടുത്തെ പണിയെടുക്കാനല്ലേ ഗൈസ്. ഒരു പണി എടുക്കുന്നില്ല ഇവള്. ചെല്ലേ മടിച്ചി. ഞാൻ പോയി മടി പഠിച്ചോ. മാമന്മാരെ കണ്ട് വളരണ്ടെങ്കി അടിച്ചു വാര്. നോക്കട്ടെ, എനിക്ക് അടിച്ചു തരാൻ അറിയോ? നോക്കട്ടെ. ഇല്ല, ഇതൊന്നും പഠിപ്പിച്ചെന്നീല. ഞാനൊക്കെ ജനിച്ച പാടെ തന്നെ മുറ്റടിക്കാൻ പഠിച്ചില്ലേ മുത്ത? നമ്മള് ചിരു പഠിപ്പിച്ചെന്നീല. സ്കൂളോ കാണിച്ചെന്ന് വേറെ എന്തൊക്കെ പറഞ്ഞു മാമന്മാരെ കുറിച്ച് അമ്മ ആ സ്കൂള് കാണിച്ചു തന്നിട്ട്. സ്കൂൾ എങ്ങനെ? മാമാക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ കൂട്ടാളെ കൂടെ വന്ന് ഭാവിയെ പറയുന്നത് നല്ലോണം പഠിക്കുന്ന മക്കളാണ് ഗായ്സ്. എടുത്തിട്ട് എന്നെ കുറ്റം പറയാം ഗായ്സ്. അമ്മ വരുന്നുണ്ട്. അമ്മന്റെ ഡാൻസ് വീഡിയോ കൂടി നോക്കാം. അമ്മ ഒരു ഡാൻസ് വീഡിയോ എടുത്തിനു. നിങ്ങളൊരു വീഡിയോ നിങ്ങൾ എടുക്കുവോ? ആ വീഡിയോയിൽ നിങ്ങൾ കൂടുന്നോ അമ്മേ? എന്താ? ഓ എന്ത് സാമി ഡാൻസ് കളിക്കുന്ന എന്തോ പ്രശ്നം? പേട്ട തുള്ളുന്നല്ലേ ബാട്ടിയാ? നമ്മളൊരു കലാകാരന്മാരായി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ആ എന്താ അതാണ്. അത് ചില ആൾക്കാർക്ക് അറിയൂല. അത് നിങ്ങളെപ്പോലെയുള്ള കുറച്ചുകൂടി പണ്ഡിതന്മാർക്ക് ഇത് സെറ്റ്. അമ്മതാ റോഡ് ബ്ലോക്കാക്കി. എന്താണ് പ്രാമ? റോഡ് ബ്ലോക്ക് ആക്കുന്നു. എന്നേ ആൾക്കാർക്ക് പോണോ? എന്നേ വേഗം ഓല് പോയിക്കോട്ടെ. ഇനിയിപ്പോ ഗായ്സ് ഇവിടെ റോഡ് മേലെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്ക് സാധനോട്ടെ ആണോ? ഇതാ റജുവാനുണ്ട്, ഇതാ എല്ലാവരും ഉണ്ട്. ഇതാ ഗായ്സ് ഞങ്ങളെ ക്യാമറമാൻ പൊന്നോസ് ഗായ്സ്. ഞങ്ങളെ മാമനോ ഇതാ ഇവിടുത്തെ ലുക്ക് ദുൽഖർ സൽമാൻ. അവ കുടി. ഇതാണ് നമ്മളെ സച്ചു. ഗായ്സ് ഇപ്പം എത്ര വണ്ടിയായി വീട്ടിൽ? 1 2 3 4. ഒന്ന് ബാക്കിലും ഉണ്ട്. ഇതാ ഞങ്ങളെ സ്വാമി അരുണ്ടാട്ടൻ. ഹായ്. അവിടെ പോവാ. ഇതാണ് അങ്ങനെ ചെയ്യലല്ലോ. ആ ശരിയാ. വീഡിയോ ചെയ്യുന്നതിന് കുഴപ്പമില്ലാന്ന് പാവട്ടിയാൻ പറയും. മൂപ്പര് തിരക്കൊക്കെ കിട്ടുന്ന ഒരാളാട്ടോ. മീൻസ് തെയ്യം അല്ലേ? ആ തന്നെ തെയ്യം. ഇത് മുത്തുമോള് വരുമ്പോ എപ്പോഴും പെട്രോൾ കൊണ്ടുവരുന്നു. മുത്ത് വരുമ്പോ മാത്രം അമ്മ പെട്രോൾ കൊണ്ടുവരും പമ്പിന്ന്. അമ്പോ ഇനി മൊത്തം പിടിവലി കൂട് പെട്രോൾ ഒഴിക്കാൻ വേണ്ടിട്ട്. അടക്ക് ജസ്റ്റ് ഒരു തമ്പലായും കൊടുക്കാനാ ഒന്ന് മൂടിയിട്ടിട്ട്. ആ കൂട് അടി കൂട് പിടിവലി കൂട്. ആ പിടിവലി കൂടി. ആ ഫോട്ടോ ഓക്കെ മതി. ഇനി വെച്ചോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ പൊരിക്കുന്നുണ്ട്. ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചമ്മന്തിക്ക് തേങ്ങ അരിക്കുകയാണ്. ഇതാ നെയ്ച്ചോറ് കിട്ടി.
ഇത് നമ്മളെ കോളിഫ്ലവറിന് എന്താ മൊത്തം അതിന്റെ കറി എന്താ എന്തോ ഒരു കറി ഉണ്ട്, പച്ചക്കറിയാണ്. പപ്പട റെഡി, തൈര് റെഡി, അച്ചാറുണ്ട്, അച്ചാർ പാക്കറ്റ് ഉണ്ട്. ചിരു ഫുഡ് സൂപ്പർ അല്ലേ? കഴിച്ചുക്കോ, കഴിക്കണ്ടേ? എന്നാലും വെറുതെ സൂപ്പറാണെന്ന് പറയാം. ബൈ പോവാ. അപ്പോൾ പെങ്ങള് വന്നതിനെ കൊണ്ട് ഏതായാലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തോന്നിയാ, പക്ഷേ തോന്നിയതല്ല, നല്ലോണം വിശക്കുന്നുണ്ട്. നല്ലോണം ഉച്ചക്ക് കുറച്ചേ ചോറ് തിന്നേയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ വിടും. നമ്മൾ അമ്പായത്തോട് ഒരു അയ്യപ്പോള് വന്നു കഴിഞ്ഞാൽ മുത്തുമോള് നാളെ രാവിലെ പോകും. ഓള് നാളെ രാവിലെ തന്നെ പോകും. അപ്പോൾ ഇന്നത്തെ രാത്രി ഓളെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്ര സ്പീഡാക്കി സെറ്റാക്കുന്നത്. അപ്പം അന്ന് ചിക്കന് നമ്മൾ മാല പറ്റില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് വെജ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്ച്ചോറുണ്ടാക്കി. പരിപ്പം കറി ആയിരുന്നു ആദ്യം നമ്മൾ വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ചെയ്ത് കോളിഫ്ലവർ കിട്ടി, അതിനെ കൊണ്ട് അവൾ തന്നെ ഉണ്ടാക്കുന്നത്. കറി അവൾ ഉണ്ടാക്കി, നെയ്ച്ചോറ് അമ്മ ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് സഹായിച്ചു കൊടുത്തു. തൈര് ഉണ്ടാക്കി, തേങ്ങ ഞാൻ പൊളിച്ചു, തേങ്ങ ഓൻ ചെരി, ഇനി ഓൻ ചമ്മന്തി ഓൻ പൊടിക്കും. അങ്ങനെ പിന്നെ നെയ്ച്ചോറ് കുറച്ച് സെറ്റാക്കാണ്ടായി, അത് ഞാൻ ചെയ്യുക. ഇത് ഇങ്ങനെ ആയില്ല, അമ്മക്ക് എന്തൊക്കെ വിട്ടുപോയി, അമ്മയും തിരക്കിലായിപ്പോയി. കുഴപ്പമില്ല, സാധാ ചോറ് കഴിക്കുമ്പോഴുള്ള ഫീലുണ്ട്, നെയ്ച്ചോറിൻ്റെ ഒരു ഫീല് കിട്ടിയില്ല. കാരണം ഇത് ചേർക്കാനുള്ളതൊക്കെ അമ്മനോട് മറന്നുപോയി. ഞാൻ കുഴപ്പമില്ല, തിന്നാൻ പറ്റും. ഗായ്സ് നമ്മളെ നെയ്ച്ചോറ് അതാ പോന്നാ. തൈര്. അപ്പം ഞാൻ തൈര് കൊണ്ടുവെക്കട്ടെ ഗൈസ്, എന്തേ കൊണ്ടുവെക്കണ്ടേ? തൈര് ചോറായി, തൈര്. അടുത്ത ഗായ്സ് എന്തെങ്കിലും കഴിക്കണ്ടേ? വാ അവരെ വിളിച്ചു ഗൈസ്. അടുത്ത് പൊരിച്ച ഐറ്റം ചമ്മന്തി, പപ്പടം ഞാൻ എടുത്തു, അച്ചാർ എടുത്തോ? പപ്പടം ഞാൻ കറി വന്നില്ല ജിയോ, കറി ചീരോ സൂപ്പറാവും. അടുത്ത് കറി അതെ ഗൈസ്, കറി. പ്ലേറ്റ് വാങ്ങിച്ചു. ഓ ഗൈസ്, ഓക്കെ. ഇനി പ്ലേറ്റ് വേണം, ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, പ്ലേറ്റും വെള്ളമൊന്നും എത്തിയില്ല. അച്ചാറ് ഗൈസ്, പ്ലേറ്റ് ഞാൻ ഇവിടെ സീറ്റ് ഉറപ്പിച്ച്. ചീരു ഒരു പ്ലേറ്റും കൂടി വേണം, ചീരുട്ടിക്ക് ഒരു പ്ലേറ്റും കൂടി വേണം. സ്റ്റൂൾ ഇട്ടെ, എവിടെ പോയി സ്റ്റൂളിട്ട്. ഗൈസ് ഒരു ഫുഡ് ഉണ്ടാക്കി അടുക്കള കണ്ടോളി ഗൈസ്. നിങ്ങൾ അടുക്കളയുടെ കോലം അല്ല, അത് ക്ലീനാണ്. കുറച്ച് പാത്രങ്ങളുണ്ട്, ഒന്ന് ക്ലീൻ ആക്കാണ്ട്. ഒക്കെ വെള്ളവും കാര്യങ്ങളും. ചീരു അപ്പോൾ ഞങ്ങള് വാ ചീരു, ഗ്ലാസ് എടുക്കണോ? ചിഞ്ചു ഗ്ലാസ് എടുത്തോ, പ്ലേറ്റും കൂടി വേണോ? അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാം കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാണ് അമ്പായത്തോട് കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ്, നല്ല ബ്ലോക്ക്. ഫ്രണ്ടിൽ നല്ല ആൾക്കാരുണ്ട്, ഇത് മെയിൻ റോഡായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ബ്ലോക്ക് ഉണ്ട്. ഭയങ്കര ബ്ലോക്കാണ്. അയ്യപ്പ കാട്ടിൻ്റെ ഉള്ളിൽ വണ്ടിയിലെന്തോ സെറ്റപ്പ് ഉണ്ടല്ലോ. അയ്യപ്പനിരിക്കുന്നുണ്ട്.
അമ്പായത്തോട് പറയുമ്പോൾ ഒരുപാട് പ്ലോട്ടായിട്ടുള്ള വീടുകളാണ്. ഭീമി നിൽക്ക് നോക്കിയേ, ഒരു രക്ഷയില്ല, നല്ല തിരക്ക് തന്നെ ആയിരിക്കും. ഇനിയിപ്പം പ്രസീത ചാലക്കുടീൻ്റെ പാട്ടും കൂടി ആകുമ്പോൾ പിന്നെ പറയാൻ വേണ്ടി വരില്ല, തല്ലൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഗംഭീര പരിപാടി കേട്ടോ. പിന്നെ എന്താ, ഞങ്ങളിവിടെയുള്ള ആൾക്കാരെ പറയാട്ടെ ജോലിക്ക് പോകുന്ന എല്ലാവരെയും ഓരോരുത്തരെ കാണാൻ പറ്റിയാണ് എല്ലാവരെയും കാണിച്ചിരുന്നത്. നമ്മളെ വീഡിയോസിൽ കാണാൻ എല്ലാ ആൾക്കാരുണ്ട്. ഇനി ഞങ്ങളൊന്ന് ഇതിലോട്ട് റൗണ്ട് അടിക്കട്ടെ ഗൈസ്. ഞങ്ങളോട് ഞങ്ങൾ എന്താ വിടാന്ന്. ആ ഓക്കെ ഓക്കെ. ഞങ്ങളിവിടെയുള്ള ആൾക്കാരെ പണിക്ക് പോകാറ്. എന്നിട്ട് പഠിക്കുകയാണ് എല്ലാവരും. അപ്പൊ നിങ്ങളൊക്കെ കണ്ട ചെറിയ കുട്ടികളെ പോലെ തോന്നൂല്ലേ, വർക്ക് ചെയ്യാണോ അല്ലേ? എന്ത് ജനങ്ങൾ ഇവരെ നാട്ടിലാട്ടോ വന്ന്. ഗൈസ് ഇവരെ നാടാണ്, ഗംഭീര പരിപാടി കേട്ടോ. ഞങ്ങളിവിടെ വന്ന് ഭയങ്കര ഹാപ്പിയും ഉണ്ട്. ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. ചേട്ടാ തിരക്കില്ല തിരക്കില്ല, കൈയുണ്ട വേഗം കൊണ്ടാ ആൾക്കാർ. അപ്പോൾ അതാ അവിടെ ഗൈസ് നമ്മള് അമ്പായത്തോടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അമ്പായത്തോടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എത്ര കാലമായി മനസ്സിലാ കാണുന്നത്. രാകേഷ് ചേട്ടൻ ഗൈസ്. വീഡിയോ ഉണ്ട് ഇങ്ങനെ പിടിച്ച് മസിൽ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ഹായ് പറ. ഇവിടുന്ന് ഓടി കഴിച്ചു വരുന്നതാ കഴിച്ചില്ലേ? നല്ല പഠിക്കണോട്ടാ. സ്വാമികളൊന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കാശ്. ഹലോ സ്വാമി ശരണം, സ്വാമി ശരണം. ഇങ്ങോട്ട് ഹായ് പറയും. മോനാടാ, മോനൊക്കെടാ ചെറിയോന് വന്നില്ല. നാളെ എത്തും. നോക്കിയേ ഇവരെ ടിൻസിന് പോലെ തോന്നില്ലേ? ഒരുത്തി 10ല്, ഒരുത്തി ഈ എത്രയിലാ? 5ല്. ഹായ് പറ, പേര് പറ. ഇവിടെ ഇതിലേ നോക്കി പറയും. യൂട്യൂബിൽ വരും കേട്ടോ. ഗൈസ് ഇതാണ് പെങ്ങള, അച്ഛൻ്റെ പെങ്ങളെ മോനാ. ഈ എന്താണ് ഇവിടെ? എന്താ പോന്നേ വേം? എന്തായി വേം പോന്നേ? ഒരു ഹായ് പറ. ഹായ് പറയും. ഇങ്ങോട്ട് പോ, ക്യാമറയിലേ നോക്കി പറ. എന്തായി വേം പോന്നേ? എന്തായി വേം പോന്നേ? ഉണ്ണിയൊന്നില്ല, ഉണ്ണിയൊന്നില്ല. പരിചയപ്പെടുത്തുന്നു, യൂട്യൂബിലെ കണ്ടില്ല. എല്ലാരും വിളിച്ചു വരുത്തിയിട്ടാ പരിചയപ്പെടുത്തുന്നത്. സെൽഫിയോ? ഓക്കെ എടുക്കാലോ. ഹായ് പറ. ഹലോ. വിളിച്ചു വരുത്തിയിട്ടാ. ശാരിക നിന്നെ മിസ് ചെയ്യുന്നു. ശാരിക നിന്നെ കാണാൻ മിസ് ചെയ്യുന്നു. ഇതാണോ വരും എല്ലാരും? ഹായ് പറ. ഹലോ ഹായ് 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 ഹായ്. നിങ്ങളെ പേരെന്താ? പേര് പറയും. ആ പ്രഭിത. ആ ഇവിടെ ഇവരെ നാട്ടിലാട്ടാ. പിന്നെ ഇവിടെ ഫുഡ് ഉണ്ടായത് കൊണ്ട് വീട്ടിലേക്ക് വരുന്നില്ല ചായ കുടിച്ചാൽ. ഇല്ല ഞങ്ങൾ കഴിക്കും. ഞങ്ങൾ ഇപ്പോൾ എവിടെ പോയാലും കൂപ്പൺ ഉണ്ടാ. എന്താ സമ്മാന കൂപ്പൺ ഉണ്ട്. ഇനിതായി ഇത് പേരൊക്കെ എഴുതുന്നുണ്ട്. ഇത് നോക്കി ഗൈസ്, ഞങ്ങളൊരു കൂപ്പൺ എടുത്ത് അടുത്തെടുക്കണം. ഞങ്ങൾ 2500 സീറ്റ് കൊള്ളു നോക്കാൻ പോവാ. ഗൈസ് നല്ല തിരക്കാട്ടോ ചോറ് നിന്നിടത്ത്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചത് കൊണ്ട് ചുമ്മാ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാലോ വെച്ച് ഇവരെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് താറ്റിരിക്കുന്നുണ്ടോ ആ ഗ്രൗണ്ട് ആട്ടോ, അമ്പായത്തോട് ഗ്രൗണ്ടിലുള്ള. എന്തായാലും ഇവിടുത്തെ ഫസ്റ്റത്തെ ദേശവിളക്ക് അയ്യപ്പ വിളക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ദേശവിളക്കാണ്, ആനല്ല. പക്ഷെ മൊത്തത്തിൽ പ്രസീത ചാലക്കുടിയുടെ പാട്ടുണ്ട്. അതാണ് മൊത്തത്തിൽ കളറാക്കാൻ പോകുന്നത്. ഫുള്ള് നല്ല വെളിച്ചം. ഇവിടുന്ന് ഇത്രയും ലോങ് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്.
ഇതാണ് നമ്മളെ അയ്യപ്പ നേരത്തെ കാണിച്ചില്ലേ. അപ്പൊ മോൻ മേക്കപ്പ് ഒക്കെ ഊരിയിട്ട് വന്നിട്ട് മുടി ഏറെ അതിനായിട്ട് നീട്ടിയാണോല്ലോ. എന്താ പേരെന്താ? അടിപൊളി. ഇവിടെ ഉണ്ടാവില്ലേ സെറ്റ്. ഒന്ന് തിരികെ ക്യാമറ തിരികെ. ആടാ കുറവ് ഗൈസ്. ഇവിടുത്തെ ഏറ്റവും ലുക്ക് ചെക്കനാണ്. പേരെന്താ പറയുക? ഞങ്ങളെ വീഡിയോസ് ഒക്കെ കാണലുണ്ട്. അന്ന് പിന്നെ ഇവിടെ ശരിയാ ബീച്ചിലെടുത്ത് വരുന്നുണ്ട്. ഇത് യൂട്യൂബിലുണ്ടാവും. വഴുമുതി ഭഗവാന്റെ തിരുമകളായവളെ പൊന്നുമലവാരത്തമ്മേ പട്ടു പട്ടു പരമശിവൻ തിരുമിഴി തുറന്നതരോ പട്ടു പരമശിവൻ തിരുമിഴി ഇടയോടു പിറന്നതല്ലേ. ആണോ? അല്ലല്ല ഞങ്ങൾ ഇത്ര നേരം ഫ്രണ്ടിലായോ. അപ്പൊ സൗണ്ട് ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നോ. അവരെവിടുന്നോ നോക്കിയിട്ട് എന്നിട്ട് ഓടി വരിക. യൂട്യൂബിലുണ്ടാവട്ടാ. പേരിതാ അനക, അഭിഷ്ണ, അശ്വത്. ചേച്ചി അനിയത്തി എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യുന്നുണ്ടോ? MLT ഡിഗ്രി. അടിപൊളി അടിപൊളി. ഒരു യൂട്യൂബറിനെ പരിചയപ്പെട്ടു. എന്താ ചാനലിന്റെ പേരെന്താ? ഓ മോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. 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 നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി. നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി. മോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. പാവാടപ്രായത്തില് നമ്മളെന്ന പാവയ്ക്കത്തോട്ടത്തിലോ. പാവാടപ്രായത്തില് നമ്മളെന്ന് പാവയ്ക്കത്തോട്ടത്തിലോ. കണ്ണച്ചേര കയ്യില് നമ്മളെന്ന മണ്ണപ്പൻ ചുട്ടതല്ലേ. കണ്ണച്ചേര കയ്യില് നമ്മളെന്ന മണ്ണപ്പൻ ചുട്ടതല്ലേ. പിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. പിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. മരവട്ടാ
എന്താ പേര് കനോജി നിശ്ചയിച്ചിക്ക് നല്ലൊരു കൈ അടിച്ചു പൊളിക്കാൻ പ്രായം നോക്കേണ്ട കാര്യമാണ് അടിച്ച് പൊളിച്ച് അടക്കാൻ പോകണം നേരത്തെ കണ്ടില്ലേ നമ്മള് നേരത്തെ കണ്ടില്ലേ വെള്ളമാണോ വെള്ളം ഞങ്ങൾ വെള്ളം കുടിക്കട്ടെ ഗൈസ് ഇവരെ നാട്ടിൽ വന്ന് ഞങ്ങളെ ഞെട്ടിക്കുക ഗൈസ് പിടിച്ചു നിർത്തുക ഗൈസ് ഇവര് ഗൈസ് എല്ലാവരോടും സംസാരിക്കും ഭയങ്കര ഹാപ്പി യൂട്യൂബിൽ വരും ഇത് ആ യോ എങ്ങനെ നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ ചേച്ചി ആ കുട്ടി നമ്മൾ ബഹുമാനത്തിൽ അങ്ങനെ വിളിക്കണ്ടേ അല്ലേ ഫോട്ടോ എടുക്കണോ അല്ലേ ഇതൊരു പേരെന്താ യൂട്യൂബിൽ ഉണ്ടാവും കേട്ടോ സ്റ്റേജ് ഗായ്സ് നല്ല കോടാമഞ്ഞിൻ ഓഹോയ് തായ്വരയിൽ ഓഹോയ് ഗൈസ് നല്ല കോടമഞ്ഞിട്ടോ ചന്ദ്രനെ നോക്കൂ ഗൈസ് പൂർണ്ണ ചന്ദ്രനെ ആണ് കാണുന്നുണ്ട് അപ്പം ജസ്റ്റ് ആ ഫോട്ടോ കൂടി എടുത്ത് ഇനി വെട്ടും തടവും എന്ന് പറഞ്ഞ പരിപാടിയാണ് അത് കഴിഞ്ഞ് പിന്നെ കനലാട്ടം ഉണ്ട് കഴിഞ്ഞ നിലവില്ല ഹായ് ബനാനെ ഒരു ഹായ് തരാമോ ഗൈസ് അമ്പലം നോക്കിയേ അടിപൊളിയാക്കി ഉണ്ടാക്കി കിട്ടാ ബാ അത് അതുകൊണ്ട് വിമി അമ്പലം ഒന്ന് ജസ്റ്റ് കാണാൻ പോവാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വിമി വാ വെട്ടും തടവും ഒരു പരിപാടി ഉണ്ട് 18 പടിയൊക്കെ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ വാ നല്ല ലെങ്തി വീഡിയോ ആക്കി കയറുക അതും കൂടി കഴിഞ്ഞാൽ നല്ലോണം വിടട്ടെ ഇത് കനലാട്ടം കേട്ടോ മീൻസ് ഇതെല്ലാം ഓൾറെഡി പറയേണ്ട ആവശ്യമില്ലല്ലോ സ്വാമിമാരൊക്കെ കനലിൽ ചാടിയിട്ടുള്ള പരിപാടിയാണ് നല്ല നോൽമ്പൊക്കെ കാണോ കേട്ടോ അല്ലെ കാല് കൊള്ളു ലൈറ്റ് ആൻഡ് സെറ്റപ്പ് പുല്ലാണ് കൊണ്ടതിന് പ്രശ്നമുണ്ട് ഇവിടുത്തെ പുല്ലൊക്കെ ചെത്തിയിട്ടുള്ളവരോട് മരിക്കാനുള്ളവർ അപ്പൊ ഗൂയിസ് നമ്മുടെ പരിപാടിയൊക്കെ കണ്ടില്ല അവര് തകർത്തിട്ടോ പ്രസീതേച്ചും ടീമും തകർത്ത ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് തകർത്ത ആടി അമ്പലത്തോട്ടുകാർ പൊളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക സബ് ചെയ്യുക ഇഷ്ടമായ കൂടി കൂടിക്കുക